ഹലോ ഗായ്സ്, സാഗീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വൈകുന്നേരത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അത് ബദാം ഞാൻ കൊണ്ടുപോകുന്നത് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞിപ്പെണ്ണിന് ബദാം ഭയങ്കര ഇഷ്ടമാണ്. ആൾ അംഗനവാടിയിൽ നിന്ന് വന്നിരിക്കുകയാണ്, ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബദാം കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആസ്വദിച്ച് ആൾ അടിപൊളിയായിട്ട് കഴിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് ചോദിക്കും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഉച്ച തിരിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയും പിന്നെ ചെറിയ ഒരു കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ കോളിഫ്ലവർ ഉപ്പേരിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അത് എളുപ്പമായിരിക്കുമല്ലോ, കാലത്ത് എണീറ്റിട്ട് വേഗം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം കുഞ്ഞിപ്പെണ്ണുണ്ട്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം അവളും അംഗനവാടിയിൽ എന്തൊക്കെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും തിരിച്ചിങ്ങനെ പാട്ടുകളൊക്കെ പാടും കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ മുട്ടയിട്ടിട്ടാണ് വെക്കുക. അതെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചിലവാകുന്ന ഒരു ഉപ്പേരിയാണ് ഈ കോളിഫ്ലവർ മുട്ട ഉപ്പേരി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാലത്ത് അപ്പമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടായിട്ട് ഒരു കൂട്ടാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ കറി ഇത്തിരി അധികം ഉണ്ടാക്കും. കാരണം അന്ന് വൈകുന്നേരം ചപ്പാത്തിക്ക് ആ കറി തന്നെ ഞാൻ കുറച്ച് റിനോവേഷൻ നടത്തും കേട്ടോ. വേറൊന്നുമല്ല, കടുക് പൊട്ടിക്കുക, മഞ്ഞളിടുക, കുറച്ച് മസാലയും കൂടി ഇട്ട് കറീനെ അതിലേക്ക് തട്ടി കഴിഞ്ഞാൽ ചപ്പാത്തിക്കുള്ള കറി റെഡിയാണല്ലോ. അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള ലെവലിലാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്യുക. അപ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് സെപ്പറേറ്റ് വേറെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓരോ മുട്ട പുഴുങ്ങിയിട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ സംഭവം ചപ്പാത്തിയുടെ കറിയൊക്കെ റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇതിൽ മോൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങൊന്നും കഴിക്കില്ല, പൊട്ടറ്റോ പീസുകൾ അതൊന്നും കഴിക്കില്ല. അവൻ ചാറ് മാത്രമേ കഴിക്കുള്ളൂ. അതാണ് അവൻ ചെയ്യുന്ന പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കഴുകി വെക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വെക്കലായിരുന്നു നെക്സ്റ്റ് എൻ്റെ പണി. അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണ് വന്നു. എനിക്കൊരു ഉമ്മ തായോ അമ്മ എന്ന് പറയും. അവളുടെ പ്രത്യേകത അതാട്ടോ, ഭയങ്കര എക്സ്പ്രസീവാണ്. അമ്മ എനിക്ക് എപ്പോഴും ഉമ്മ തായോ, എൻ്റെ നിന്ന് ഉമ്മ മേടിക്കും, അവൾ എനിക്ക് തിരിച്ച് ഉമ്മ തരും. അത് അവളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിലേക്കുള്ള ചപ്പാത്തിയുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി കുഴച്ച് അത് സെറ്റാക്കാണ്. ഞാൻ ആശീർവാദ ആട്ടയായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുക, ചിലപ്പോൾ വേറെ ബ്രാൻഡിൻ്റെയൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുക. ആശീർവാദ ആട്ടയുടെ ടേസ്റ്റ് എനിക്ക് വേറെ ടൈപ്പ് ആട്ടകൾക്ക് എനിക്കത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് കമൻറ്റ് ചെയ്യട്ടെ അടിയിൽ. നിങ്ങൾ ആശീർവാദ ആട്ടയാണോ അല്ലെങ്കിൽ വേറെ ആട്ടയാണോ, എനിക്കതത്ര ടേസ്റ്റ് കിട്ടാറില്ല ആശീർവാദം അല്ലാത്ത വേറെ ആട്ടയുടെ ബ്രാൻഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനത് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറച്ച് നേരം വെക്കും. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ചപ്പാത്തി പ്രിപ്പറേഷൻ ഇങ്ങനെയാണ്. കാരണം എനിക്ക് വട്ടത്തിലൊന്നും അങ്ങനെ പരത്താൻ അറിയില്ല. 10-12 കൊല്ലത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ടും ചപ്പാത്തി കറക്റ്റ് വട്ടത്തിലൊന്നും പരത്താൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ വട്ടത്തിലല്ലാണ്ട് പരത്തിയപ്പോൾ എന്നെ അടിപൊളിയായിട്ട് കളിയാക്കി ഇട്ടിട്ട് ഞാൻ അടിപൊളിയായിട്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ വട്ടത്തിൽ പരത്താൻ ഞാൻ പഠിച്ചിട്ടില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാണ് കേട്ടോ. ഞാൻ ഒരു 6 മണിയാകുമ്പോഴേക്കും ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കും കേട്ടോ. അതൊരു 10-12 മാസത്തോളമായിട്ടുള്ള എൻ്റെ റൊട്ടീനാണ്. എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വേറെ കഴിക്കാറുമില്ല. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെ മടക്കി വയ്ക്കുക. അതാണ് അടുത്ത ഒരു പണി എന്ന് പറയുന്നത്. നല്ല മഴയുള്ള സമയത്ത് തുണികൾ ഉണങ്ങി കിട്ടാൻ നമുക്കറിയാമല്ലോ, എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഇന്നലെ 2-3 ദിവസമൊക്കെ ആയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തുണികളൊക്കെ നന്നായി ഉണങ്ങി കിട്ടി. അല്ലെങ്കിൽ ഞാൻ ചെയ്യാറ് ഉണങ്ങാത്ത തുണികൾ രാത്രി ഫാൻ ഇട്ടിട്ട് ഉണക്കുക. കിടക്കുന്ന റൂമിൽ ഫാൻ എന്തായാലും ഇടില്ല, അപ്പോൾ താഴത്തിട്ട് ഉണക്കുക. ഇതാണ് പരിപാടി ചെയ്യാറ്. ഇപ്പോൾ എന്തായാലും 2-3 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തുണികൾ ഉണങ്ങി കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് ഷേക്ക് അടിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഒരു പാല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേക്ക് വേണമെന്ന്. അപ്പോൾ ഒരു പാല് ഞാൻ തണുപ്പിക്കാൻ വെച്ചു. പിന്നെ റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു, അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഷേക്കിലാക്കാം ആ പരിപാടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഷേക്ക് ഉണ്ടാക്കാൻ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കാൻ സമ്മതിക്കാറില്ല, കാരണം പ്രത്യേകിച്ച് തണുപ്പും കൂടിയാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് കോൾഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ ബൂസ്റ്റ് പിന്നെ പഞ്ചസാര അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് സെറ്റാക്കിയിട്ട് കിടാങ്ങൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇനിയും എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു രാത്രിയിലത്തെ എൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.